ഞാൻ ചെറിയ കുട്ടിയായപ്പോ എന്റെ ലക്ഷ്യം നല്ലൊരു ഡ്രൈവർ ആവണമെന്നായിരുന്നു. പറന്ന് അതിസ്പീഡിൽ ഓടിക്കുന്ന ആൾ. അങ്ങനെ ആ ലക്ഷ്യം മനസ്സിൽ വെച്ചിട്ട് അക്കാലത്തെ ബസ്സിൽ ഡ്രൈവറുടെ ബാക്കിൽ ഒരു ഇരുമ്പിന്റെ കമ്പി ഉണ്ട്, ഇങ്ങനെ അവിടെ പിടിച്ചു നിന്നിട്ട് എങ്ങനെയാണ് ക്ലച്ച്, എങ്ങനെയാണ് ആക്സിലേറ്റർ, എങ്ങനെയാ ബ്രേക്ക്, എത്ര ആൾ തിരിക്കുമ്പോഴാണ് വണ്ടി ഒടിയണത്, ഇതൊക്കെ നോക്കി 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 നിന്ന് അങ്ങനെ ഡ്രൈവിംഗ് പഠിക്കും. കുറച്ചും കൂടി വലുതായപ്പോഴത്തേക്ക് ഈ പ്രപഞ്ച രഹസ്യത്തെ മനസ്സിലാക്കണമെങ്കിൽ ശാസ്ത്രജ്ഞനാവണം എന്ന ചിന്തയായി. പിന്നെ ഡ്രൈവറൊക്കെ എപ്പോഴാ പോയി എന്നറിയില്ല. പിന്നെ ആൽക്കലികളും ആസിഡുകളും ഒരു ലോകമായിരുന്നു. കുറച്ചും കൂടി വലുതായപ്പോ അത് എപ്പോഴാ കൊഴിഞ്ഞു പോയി എന്നറിയില്ല. പിന്നെ സാഹിത്യങ്ങളുടെ മേഖലയിലേക്കായി. വിവേകാനന്ദ സ്വാമികളുടെ കൃതികൾ വായിക്കാൻ ഇടയായപ്പോ അറിയാതെ അത് വേദാന്തത്തിലേക്ക് ആകർഷിച്ചു. ആ ആകർഷണം ക്രമികമായി ശങ്കരഭാഷ്യങ്ങളിലേക്ക് ആകർഷിച്ചു. അപ്പോ മനസ്സിൽ ഉറച്ചു, എന്റെ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള ഉയർച്ച സന്യാസത്തിലൂടെയാണെന്ന് ഉറച്ചു. അങ്ങനെ സന്യാസ മാർഗത്തിലേക്ക് വന്നു. ഇപ്പൊ സന്തോഷമായിട്ടിരിക്കുന്നു. എപ്പോഴും സന്തോഷം, സുഖം അല്ലാണ്ട് ഒന്നുമില്ല. അപ്പൊ നമ്മുടെ ജീവിത ലക്ഷ്യം എന്താന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറയും, സുഖമാണ് ജീവിത ലക്ഷ്യം. ബാക്കിയൊക്കെ മാർഗമാണ്. സന്യാസം ലക്ഷ്യമല്ല, മാർഗമാണ്. ഡോക്ടർ ആവുക എന്നുള്ളത് ലക്ഷ്യമല്ല, മാർഗമാണ്. നമ്മുടെ ഒക്കെ ലക്ഷ്യം സമ്പൂർണ്ണ ദുഃഖ നിവൃത്തിയാകുന്ന, നിരതിശയ സുഖപ്രാപ്തിയാകുന്ന മോക്ഷമായിരിക്കണം. അതിന് പറയുന്ന പേരാണ് മോക്ഷം. അല്ലാണ്ട് മോക്ഷം എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ പോണേതോ അവസ്ഥയൊന്നുമല്ല. സുഖം. ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു തന്നു.